നമസ്കാരം. വയനാട് മേപ്പാടി കള്ളാടിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 2 മരണം സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ മീനാക്ഷി പാലത്തിന് സമീപമുണ്ടായ ഉരുൾപൊട്ടലിന് സമാനമായ ദുരന്തത്തിൽ പ്രദേശത്തെ ഒരു പള്ളിയും വീടും ബസ് സ്റ്റോപ്പും പൂർണ്ണമായും തകർന്നു. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കൂറ്റൻ കോൺക്രീറ്റ് ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞു വീണാണ് അപകടം സംഭവിച്ചത്. മണ്ണിൽ കുടുങ്ങിപ്പോയ 6 തൊഴിലാളികളെ ഇതിനോടകം തന്നെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഇനിയും 10 പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ വിവരം. തൊഴിലാളികളെ കൊണ്ടുവന്ന ബസിന് മുകളിലേക്ക് മണ്ണ് കുത്തിയൊഴുകി വന്ന് അത് പൂർണ്ണമായി തകരുന്ന ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ബസിന് പുറമെ നിരവധി വാഹനങ്ങളും യാത്രക്കാരും തൊഴിലാളികളും മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് ഭീതി. സ്ഥലത്തിപ്പോഴും കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് മീനാക്ഷി പാലത്തിന് താഴെയുള്ള കുടുംബങ്ങളെ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 2 ആഴ്ച മുൻപ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടിരുന്നു. എങ്കിലും തൊഴിലാളികൾ ക്യാമ്പുകളിൽ തന്നെ തുടരുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് മെമ്പർ അജ്മൽ പറഞ്ഞു. പ്രദേശത്തെ പള്ളിയും വീടുകളും തകരുകയും വാഹനങ്ങൾ ചെളിയിൽ പുതഞ്ഞുകിടക്കുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥയാണുള്ളത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് പ്രദേശത്തെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാലവും റോഡും തകരുകയും മണ്ണ് മൂടുകയും ചെയ്തതോടെ പ്രദേശം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ 48 മണിക്കൂറായി തുടരുന്ന അതിതീവ്ര മഴയാണ് ദുരന്തത്തിന് കാരണമായത്. NDRF സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. JCB, ഹിറ്റാച്ചി തുടങ്ങിയ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും മഴയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതേസമയം കള്ളാടിയിലുണ്ടായത് പൂർണ്ണമായും ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് മന്ത്രി ടി സിദ്ദിഖ് ആരോപിച്ചു. തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. ഇങ്ങനെ കൂട്ടിയിട്ട മണ്ണ് കനത്ത മഴയിൽ ഒലിച്ചിറങ്ങുകയായിരുന്നു. നിർമ്മാണ മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നിട്ടും നിർമ്മാണ ചുമതലയുള്ള കൊങ്കൺ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്നും ഭരണകൂടം നൽകിയ അപകട മുന്നറിയിപ്പുകൾ കമ്പനി പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നുവെന്നും മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കി. എന്നാൽ കമ്പനി പുറത്തിറക്കിയ കുറിപ്പിൽ ഇക്കാര്യം നിഷേധിച്ചു. പ്രകൃതി ദുരന്തമാണ് ഉണ്ടായതെന്നാണ് കമ്പനിയുടെ വാദം. NDRF സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. JCB, ഹിറ്റാച്ചി തുടങ്ങിയ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും മഴയും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്.